ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താരമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലൊക്കെ വന്ന് വിരുന്ന് പോയവരൊക്കെ അപ്പം ഞങ്ങളും ഇന്നലെ വെളിയിലൊക്കെ ഒന്ന് പോയായിരുന്നു. വെളിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനല്ല ഒരിടത്ത് പോയി. പക്ഷേ അവിടെ നിന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെന്താ, ഇന്നത്തെ വീഡിയോയും ഞാൻ ഇന്നലെ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഞാൻ അങ്ങനെ കുക്കിംഗ് ചെയ്യില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോവുമായിരുന്നു. പിന്നീട് കഴിഞ്ഞ വീഡിയോയുടെ അങ്ങനെ വീഡിയോ ഞാൻ ഈ ഡാൽഡയുടെ ഒക്കെ കാര്യം ചോദിച്ചാൽ കുറേ പേര് പറഞ്ഞു, മായ പറഞ്ഞു ചേച്ചി ദോശയൊക്കെ ഉണ്ടാക്കാൻ ചിലർ ഉണ്ടാക്കും, പക്ഷേ അത് നല്ലതല്ലെന്ന അറിവെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞു ചേച്ചി അത് ഹെൽത്തി അല്ല, അൺഹെൽത്തിയാണ്, പിന്നെ ഈ ഹോട്ടലുകാരൊക്കെ യൂസ് ചെയ്യും, എനിക്ക് തോന്നുന്നു അതിന് വില കുറവായിരിക്കാം. ഞാനെന്നാൽ അവരിങ്ങനെ പറയുന്നത് കേട്ടോണ്ട് ഞാനതാ ചോദിച്ചതൊന്ന് വാങ്ങിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇനി വാങ്ങിക്കുന്നില്ല. പിന്നീട് ഒരു കമൻറ്റ് വന്നായിരുന്നു, പോൾമോനാ ഡബ്ബിങ് ചെയ്തല്ലേ, അപ്പം പറഞ്ഞ് അമ്മയുടെ റെസിപ്പി അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അവനൊരു ഹിന്ദി ചാനൽ പോൾസ് കുക്കിംഗ് വേൾഡ് എന്നും പറഞ്ഞ് അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കുറച്ച് നാൾ അതിനും ഞാൻ കൂടെ നിൽക്കണം. കുറച്ച് നാൾ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്ത് പിന്നെ അത് ചെയ്യാൻ വയ്യാതെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ദൈവമേ, 2 ദിവസത്തെ ജോലി ചെയ്തതുപോലുള്ള പ്രതീതിയാ. എന്നാലും ചെയ്തോ ഇല്ല, എന്നാൽ പക്ഷേ ചെയ്തു. എൻ്റെ ഒരു വല്ലാത്ത ദിവസമായിരുന്നേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. അയ്യോ, കണ്ടാലൊന്നുമില്ല, പക്ഷേ 2 ദിവസത്തെ ജോലി ഞാൻ ചെയ്തെന്നുള്ള. ഓക്കെ. പിന്നെ എൻ്റെ കണ്ണിൽ എന്തോന്നോ ഒരു വല്ലാതെ. ഇനി 27 മറ്റന്നാൾ 27, 28, 29 ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിങ്ങാണ്. അപ്പം വീഡിയോ ഒന്നും അങ്ങനെ വീട്ടിലൊന്നും ചെയ്തില്ല. രാവിലെ ഞാൻ റേച്ചാനും പോളും അപ്പച്ചനും അവിടെ സ്റ്റേ ചെയ്യും. ഞങ്ങൾ പോയി വരിക. എനിക്കവിടെ പറ്റത്തില്ല, അതുകൊണ്ട് രാവിലെ പോകണം. 8 മണിക്ക് തുടങ്ങും, പിന്നെ വൈകിട്ട് 8 മണിക്കേ തീരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ വരുമ്പോൾ വീട്ടിൽ കുക്കിംഗ് ഒന്നുമില്ല. അവിടെ കാണുള്ളത് വല്ലതൊക്കെ ഒന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ കേട്ടോ. നമ്മുടെ ഇട്ടാവട്ടത്തിലുള്ള വീഡിയോ, നമ്മുടെ ഈ മുറിക്കകത്തുള്ള. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് 2 ബ്രേക്ക്ഫാസ്റ്റാണ്. കുറച്ച് പാവുഭാജി മസാല ഇരിപ്പുണ്ട്. പാവുഭാജി വേണ്ടിയവർക്ക് പാവുഭാജി, ഇച്ചിരി ദോശമാവുണ്ട്. അപ്പോൾ ദോശയും സാമ്പാറും വേണ്ടിയവർക്ക് ദോശയും സാമ്പാറും. അപ്പോൾ ഇന്ന് ഹോട്ടൽ എന്ന് വെച്ചാൽ 2 റെസിപ്പി വെച്ചുള്ള ഹോട്ടൽ. നമ്മൾ വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ എടുക്കാമെന്നുള്ള ഇതിലേ ചിലപ്പോൾ ഈ പിള്ളേർ വന്ന് എന്നോട് ചോദിക്കും, മമ്മി അത് നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്, എനിക്ക് ഇത് വേണ്ട അത് താന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതെന്തോടാ ഹോട്ടലാണെന്നോടാ. കാരണം ഹോട്ടലിൽ ചെന്നിരുന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേ എന്തോ എന്നുള്ളത് അവരുണ്ടാക്കി തരുമല്ലേ, ആ അർത്ഥത്തിൽ. അപ്പോൾ ഇന്ന് പാവുഭാജി വേണ്ടിയവർക്ക് പാവുഭാജി, ദോശ വേണ്ടിയവർക്ക് ദോശ. അപ്പോൾ ഒരു ഇഞ്ചിയൊക്കെ ഇട്ടിപ്പോൾ നല്ല തണുപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ മസാല പൊടി ഇട്ടിട്ട് പിന്നെ ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർക്കും. അപ്പം നല്ലൊരു പ്രത്യേക ഇത് കിട്ടും. നല്ല തണുപ്പ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ലത്. പക്ഷേ പകൽ ഞാൻ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിയർക്കും. പക്ഷേ എന്നാൽ ഈ തൂക്കുന്ന കൊച്ചു വന്ന് എന്നെ കളിയാക്കി ചോദിക്കുന്നത്, ആൻറ്റിക്ക് ചൂടെടുക്കുന്നോ തണുപ്പെടുക്കുന്നോ? അവൾ പറയും, ആൻറ്റി ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് തണുപ്പാന്ന്. അപ്പോൾ ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ചായ റയിച്ചാനിങ്ങ് എത്തിയില്ല. റയിച്ചാൻ ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. അപ്പം മൂടോടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് ഫ്രിഡ്ജിലും വെജിറ്റബിൾസ് എല്ലാം കൊണ്ടുവന്നതുകൊണ്ട് ഫ്രിഡ്ജിലും സ്ഥലമില്ലായിരുന്നു. അപ്പം ഞാൻ രാത്രി തന്നെ ഇരുന്ന് ആ മൂടൊക്കെ വെട്ടി അതിൻ്റെ ഇലകൾ നല്ല തണ്ട് മാത്രം മുറ്റിയ തണ്ടുകളൊക്കെ കളഞ്ഞിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് കവറിൽ കെട്ടി വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായി കഴുകിയൊക്കത്തുള്ളൂ, മണ്ണൊക്കെ ഉള്ളത് കൊണ്ട്. ഞാനതുകൊണ്ട് ആ ബേസൻ എടുത്തത്.
അപ്പം ഞാനും ചായ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കുള്ള പാല് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ബോൺവിറ്റ ഞാൻ പറയില്ല തീർന്നിരിക്കും, എന്നാലും വാങ്ങിക്കാതെ. പക്ഷേ ഫ്രീസ എന്ന് പറയുമ്പോൾ മമ്മി ബോൺവിറ്റ ഇല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങീര് അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞത് കുടി, ഇച്ചിരി മധുരം ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വെച്ചു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി പ്രൈസൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ദിവസമായി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ട്. അപ്പോൾ അവനുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാ വിലയല്ലേ. വെളിച്ചെണ്ണയൊക്കെ അന്ന് വാങ്ങിച്ചതായത് ഇപ്പം നന്നായിട്ടങ്ങ് വില കൂടി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കയും സവാളയും ഒരു ടൊമാറ്റോ ഇട്ടുള്ളൂ. അതുകൂടെ ഇട്ടിട്ടൊന്ന് അടപ്പത്ത് വെച്ചാൽ പിന്നെ അതങ്ങ് മെഴുക്ക് പുരട്ടിയാവുമല്ലോ. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇന്നെല്ലാം മെനക്കേട് പരിപാടികളായിരുന്നു. ഈ നമ്മുടെ ആ ഉലുവായില തന്നെ എനിക്ക് എത്ര സമയം എടുത്തെന്നറിയാമോ. നല്ല 2 കെട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇനിയും ഇങ്ങനെ മുറ്റിയത് നമ്മൾ നോക്കി ഇന്നാളി കൊണ്ടുവന്നത് മുറ്റിയതല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് അടപ്പത്ത് കിടക്കട്ടെ. അപ്പം ചപ്പാത്തിക്ക് പിന്നെ അവന് പോളിനും ഇത് കുഴപ്പമില്ല. പോളിന് ഏറ്റവും ഇഷ്ടം ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ ഇതിൽ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതവിടെ കിടക്കട്ടെ. അപ്പം ജോലികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഇച്ചിരി ഒന്ന് ചെയ്തിട്ട് അന്ന് കൊണ്ടുവന്ന മത്തിയില്ലേ, കുഞ്ഞൻ മത്തി, അത് മൊത്തം ഒന്നും വെട്ടുന്നില്ല. എത്രത്തോളം ഇന്ന് വെട്ടാൻ പറ്റുമോ അത്രത്തോളം വെട്ടാമെന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ കുക്കിംഗ് പരിപാടിയും അതെല്ലാം കൂടെ വെട്ടാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് അതനുസരിച്ച് നമ്മളൊന്ന് പ്ലാനിങ് ചെയ്തിട്ട് തലേന്നൊക്കെ ഇച്ചിരിയൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നിൽക്കുകയാണെങ്കിൽ അടുക്കളപ്പണി ബാക്കി നടക്കത്തില്ല. അപ്പം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇന്ന് ഓർത്തോർത്ത് ഞാൻ പാത്രം കഴുകിയിട്ട് പാത്രം അങ്ങോട്ട് നമ്മൾ കഴുകിയിട്ട് വെക്കുമല്ലേ, ആ സമയം കൊണ്ട് ഞാനൊന്ന് പൈപ്പ് കുറയ്ക്കും. ചില സമയത്ത് ഓർക്കത്തില്ല, അങ്ങ് കണ്ടിന്യൂസ് നമ്മൾ തുറന്ന് വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ, അപ്പോഴത്തേക്കിന് തുണി അവിടെ ആവും. ഞാനത് ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ മണ്ണോട് കൂടിയാണ് കൊണ്ടുവന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഒത്തിരി ഇലയിട്ട് അനക്കാതെ ഇങ്ങനെ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ അടിയിൽ ഇങ്ങനെ മണ്ണ്, ഞാൻ അതിൻ്റെ മൂട് നന്നായി കണ്ടിച്ച് കളഞ്ഞെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ മണ്ണ്. എന്നിട്ടും ഇല ഞാൻ പറഞ്ഞില്ല ഇത് മുറ്റിയതാണ്. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയുള്ളത് വാങ്ങിക്കല്ലേ, കണ്ടാൽ മനസ്സിലാവും, ഈ തണ്ടോട് കൂടിയും കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഒത്തിരി മുറ്റിയതാണ്. എന്നിട്ടും ഞാനിത് തോരൻ വെച്ചിട്ടേ അതനുസരിച്ച് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ല, തേങ്ങയും സവാള ഇച്ചിരി കൂട്ടിയാൽ ഇതിൻ്റെ കയ്പ്പ് മാറുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ഇളം തളിരായിരുന്നു എങ്കിലും ഇത്തിരി കയ്പ്പുണ്ടായിരുന്നു. കാരണം അതിന് ഇച്ചിരി ഞാൻ തേങ്ങ കുറച്ച് ചേർത്ത്, ഇതിലിച്ചിരി മുറ്റിയ ഇതുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 2-3 സവാളയും ഒരു വലിയ മുറി തേങ്ങയും എടുത്ത് ചേർത്ത്, തേങ്ങയൊക്കെ കണ്ടില്ല അത്രയും ചേർത്തതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഇല ഇട്ടിട്ടും ഒരു കയ്പ്പും ഇല്ലായിരുന്നു. പോളിന് ഇത് ചപ്പാത്തി, ഞാൻ പറയും ഇടാ ചപ്പാത്തിയോടൊന്ന് കഴിച്ച് നോക്കടാ, നല്ല ഇടാ. അവൻ പറയും ഒരു ദിവസം ഒരു പീസ് ചപ്പാത്തി എടുത്ത് നോക്കി തിന്നിട്ട് പറയോ എനിക്ക് വേണ്ട. അവന് ചോറിൻ്റെ കൂടെ അവൻ കഴിക്കും, കുഴപ്പമില്ല. അവൻ പറയുന്നത് പാലക്കലേന്നാ, പാലക്ക്. നമ്മൾ പാലക്കല്ലടാ ഇത് ഉലുവാലയാ മേത്തിയാലയാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനിങ്ങനെ അടപ്പത്തിട്ടിട്ട് ആദ്യം ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. ഒരിച്ചിരി ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേ ആവി കയറുമ്പോഴേ അതങ്ങ് അമങ്ങും. അപ്പോൾ ഇതൊന്നും അമങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം കണ്ടൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഇളക്കിയെടുക്കട്ടെ. നല്ല ഇത് മെനക്കേടാ നമുക്കില്ല, കുഞ്ഞൻ മത്തിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞതുപോലെ കഴിക്കാൻ നല്ല, പക്ഷേ ഈ ക്ലീനിങ്ങാണ് എനിക്ക് വയ്യാത്തത്. അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഇലകൾ കഴുകാൻ ആ ബേസൻ എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ ബേസൻ ഉള്ളതുകൊണ്ട് നന്നായി കഴുകി വാരിയെടുക്കാൻ പറ്റി. എന്നിട്ട് ലാസ്റ്റിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും. ഞാൻ ഇത്രയും കൂടെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഇച്ചിരി കറിയും കൂടെ വെക്കണം. പിന്നെ മീനെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മീനൂടെ വെട്ടാം. അപ്പോൾ കറി വെക്കുന്നത് മത്തങ്ങയും പയറൂടെ ഇട്ട് വെക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം ഞാനിങ്ങനെ ചിന്തിച്ചിന്ന് എന്തോ വെക്കണമെന്ന്.
കുറേ ദിവസം കൊണ്ട് തൈര് ഉറവെക്കണോ എന്ന് ചിന്തിച്ചിട്ട് അതങ്ങ് മറന്നു പോവുക. അപ്പം ഇന്നിപ്പോൾ ഇന്ന് കറി വയ്ക്കാമെന്ന് വെച്ച് നമ്മൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും പയറാണെങ്കിൽ അതിൻ്റെ കൂടെ തോരൻ എന്തുവാ എന്നുള്ള ഇത്. ഇപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഡാൾ കറിയും വെക്കും പയർ തോരൻ വെക്കും. അന്നേരം അതൊരു കോമ്പിനേഷൻ അല്ലല്ലോ. രണ്ടും ഡാൾ മീൻസ് പയർ ഐറ്റംസ്. ഇതാണെങ്കിൽ വെട്ടാൻ ഭയങ്കര സമയമെടുക്കും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ ഇരുന്ന് ചെയ്യാൻ സൗകര്യം അങ്ങനെയില്ല നമുക്ക്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അയ്യത്തോ എങ്ങനെ പോയത് ഇരുന്ന് ചെയ്യാം. ഇതിപ്പം ഞാനിത് ഒരു 1 മണിയൊക്കെ തുടങ്ങി അനു വന്നു കഴിഞ്ഞു. എൻ്റെ മീൻ വെട്ടൽ ഇത്രയുമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു. അയാളന്ന് അടുത്ത 2 കൂട്ടം കൂടെ വേണേ 100 രൂപയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതാ സംഭവം. ഞാൻ പറഞ്ഞു എൻ്റെ റീച്ച വെട്ടുന്ന കാര്യം അതല്ല എങ്കിൽ വെട്ടുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ തലേന്നേ മീൻ വെട്ടുന്ന ദിവസം എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മീൻ മാത്രം വെട്ടിയെടുത്താൽ മതിയെന്ന് ചിന്തിക്കാം. ഇതിപ്പം കൂട്ടാനും കറി ഉണ്ടാക്കണം, അതിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വലിയതാണെങ്കിൽ പൊട്ടെന്ന് പറയും. ചെറുത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഒന്ന് തോരൻ വെച്ചാൽ ഒരു ദിവസത്തേക്ക് കാണും, അല്ല 2 ദിവസം. നമ്മളിപ്പം വറക്കുവാണേലും ഇത്രയും ഇങ്ങനെയുള്ള മത്തി വറക്കുവാണെങ്കിൽ ഒരു 4-5 എണ്ണമെങ്കിലും ഒരാൾക്ക് വേണം. ഒറ്റക്കടിക്കേ ഉള്ളൂ. പിന്നെ എനിക്ക് മെയിൻ ഇങ്ങനെ നിൽക്കാൻ ഒത്തിരി നേരം പറ്റത്തില്ല. ഇത്രയും ചെറുത് തോരൻ വെച്ചാലും വറുത്താൽ ചിലപ്പം പ്രൈസിനൊന്ന് കഴിക്കും. പക്ഷെ തോരൻ വെച്ചാലും ആ കൊച്ചു പറയും ഇപ്പം വേണ്ട. ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ പീര ഉണ്ടല്ലേ, ആ പീര എടുത്ത് ചോറിൻ്റെ ഇട്ട് ഇളക്കുമായിരുന്നു. ഇപ്രാവശ്യം അവൻ തന്നെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ. ഇപ്രാവശ്യം ഇന്നിപ്പോൾ ഈ തോരൻ വെച്ചുകൊണ്ട് ഞാൻ വിളമ്പി കൊടുത്തു. മീൻസ് ഇളക്കി കൊടുത്ത് ആ തോരൻ ഇച്ചിരി എടുത്തിട്ട് അതിൻ്റെ ആ പീര ഉണ്ടല്ലേ അത് മീൻ കൊടുത്താൽ എനിക്കറിയാം അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അപ്പോഴത്തേക്കിന് അതൊക്കെ ഞാൻ ഇടയ്ക്ക് വിട്ടിട്ട് പിന്നെ ഞാനൊന്ന് കൈ കഴുകിയിട്ട് വന്നു. പിന്നെ അപ്പോഴത്തേക്കിന് തോരനൊക്കെ റെഡിയായി. പിന്നെ ഞാൻ അത് മൊത്തം ക്ലീൻ ചെയ്തില്ല. അപ്പോഴത്തേക്കിന് പയറും മത്തങ്ങയും കൂടെ ലാസ്റ്റ് ചിന്തിച്ച് വന്നാൽ പയറും മത്തങ്ങയും കൂടെ കറി വെക്കാമെന്ന്. അതൊന്ന് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടപ്പത്ത് വെച്ച് അത് വെന്തിട്ട് ഞാൻ പിന്നെ മീനെല്ലാം ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ 1:30 വെട്ടാൻ ഇരുന്നിട്ട് 3 മണി വരെ അത്രയും മീൻ ക്ലീൻ ചെയ്യാമായിരുന്നു. പിന്നെ ഇന്ന് അതൊന്നും ചെയ്യാൻ പോയില്ല. അതുപോലെ എടുത്ത് അതങ്ങ് 2 പാർട്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. നാളെ എടുത്ത് തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞു. കാരണം ഇന്നിനി അതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മളങ്ങ് ആകെ ഊപ്പാടായി. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചതുമില്ല. കാരണം അത്രയ്ക്ക് അങ്ങ് ഇതായിപ്പോയി. അത്രയും നേരം ഞാൻ പറഞ്ഞില്ല, നിന്ന് എൻ്റെ നടുവും ടേൽ ബോണും ഭയങ്കര വേദനയായിപ്പോയി. അത്രയും വെട്ടി വന്ന് പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഡ്രസ്സ് മാറി ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ച്. ഇങ്ങനെയുള്ള ദിവസം കാപ്പിയിലങ്ങ് നിൽക്കും. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ച് നേരം പോയെന്ന് നിവർന്ന് കിടന്നു. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വന്നോണ്ട് പിന്നെ ഉടച്ചൊക്കെ എടുത്ത് പിന്നെ അതിന് കടുകൂടെ വറുത്ത് അപ്പം കറിയും റെഡിയായി. പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ അവർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പം വൈകിട്ടത്തേക്കിനും കറിയായും ഉലുവായിലയുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. സുഖം. അഥവാ രാത്രിയിൽ വേണമെങ്കിൽ നമ്മൾ മീൻ വെട്ടിയെടുത്തല്ലേ അത് 2 എടുത്ത് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.